ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ VJR. യെസ്, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ 2 മാസത്തെ വെക്കേഷൻ ഒക്കെ ശേഷം സാറ് വന്നിട്ടുണ്ട് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റ്, ചെറിയൊരു ചാപ്റ്ററാണ്. ആ ചെറിയൊരു ചാപ്റ്ററിലെ മെയിൻ കോൺസെപ്റ്റിനോട് കൂടെ തന്നെ ഒരു ക്വസ്റ്റ്യനും സാറ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം കേട്ടോ. വന്ന കുട്ടികളൊക്കെ ആദ്യം തന്നെ ലൈക്ക് അടിക്കുക, പെട്ടെന്ന് ലൈക്ക് അടിക്കുക. കാര്യം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വേണ്ടത്. കാര്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ലൈക്കും അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും ഒക്കെ ഞങ്ങളോട് പറയുന്ന സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാകുന്ന സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്കും കൂടെ അടിച്ചു വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കമൻസിൽ ഫീഡ്ബാക്ക് ആയിട്ട് എഴുതിയിടുക, ഞാൻ എല്ലാവരുടെ കമൻറ്റും കാണും കേട്ടോ. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളൊക്കെ 8ാം ക്ലാസ്സിലെയാണ്, ജൂണായി, വെക്കേഷനൊക്കെ തീർന്ന് വീട്ടിലിരിക്കുകയായിരിക്കും. ഞാൻ ഈ വീഡിയോ പോലും നമ്മൾ യൂട്യൂബിലാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. യൂട്യൂബിലെ ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതിയോ? പോരാ. അപ്പം നമ്മുടെ ആപ്പിൽ ഇപ്പം ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ ഓൾമോസ്റ്റ് എന്ത് ചെയ്തു, തുടങ്ങി, റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബാച്ചിൽ ഇനി ജോയിൻ ചെയ്യാത്ത കുട്ടികളോടൊക്കെ പറയാണ്, ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്, വേഗം തന്നെ വായോ. നമ്മൾ ഓൾറെഡി കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ചു, പക്ഷെ അത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ആരും ബുദ്ധിമുട്ടും വേണ്ട. നമ്മുടെ ചാപ്റ്റേഴ്സിൽ നിന്ന് കൃത്യമായിട്ട് എല്ലാ റെക്കോർഡിങ്ങും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാ കോൺസെപ്റ്റുകളും എല്ലാ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇതാ കണ്ടോ, 3249 എന്ന് പറയുന്ന ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാൻ 4249, അതുപോലെ ഇൻഫിനിറ്റി പ്രോ, അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ്. ഇത്രയും ഫീച്ചേഴ്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, നഷ്ടപ്പെടുത്തരുത്. ഞാൻ വീണ്ടും 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 പറയാണ്, നിങ്ങൾക്ക് വൻ നഷ്ടമായിരിക്കും ഇനിയും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല, നമ്മുടെ യോദ്ധ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ. ഇതാണ് ഫീച്ചേഴ്സിൻ്റെ ഒരു കോളം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സിലുള്ളത്, ഏതൊക്കെയാണ് ലൈവ് ലെക്ചേഴ്സ്, ഏതൊക്കെയാണ് ബേസ് പ്ലാനിലുള്ളത്, ഇൻഫിനിറ്റി പ്ലാനിലുള്ളത് ഏതൊക്കെയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക കേട്ടോ. ഓക്കെ, പേൾ വീഡിയോ അതുപോലെ മറ്റ് മൈൻഡ് മാപ്പ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ 2ാമത്തെയും 3ാമത്തെയും ഒക്കെ ചാപ്റ്റേഴ്സിൽ. അതുപോലെ ഈ മറ്റ് കാര്യങ്ങൾ അല്ലേ, പേൾ വീഡിയോ, ആക്സസ്, നെക്സ്റ്റ് ബാച്ച്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഈ ബാച്ച്, ഈ ഒരു 2ാമത്തെ ഇൻഫിനിറ്റിയിലുള്ളത്. പിന്നെ ഭാവിയിൽ എഞ്ചിനീയേഴ്സും ഡോക്ടേഴ്സും ഒക്കെ ആവാനുള്ള ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളല്ലേ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇൻഫിനിറ്റി പ്രോ, അതായത് ഫാൽക്കൺ ബാച്ച് എന്ന് പറയുന്ന ബാച്ചും കൂടെ ഇപ്പോൾ റൺ ചെയ്തിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അതും പഠിക്കാം, ഒരേ പൊളിയായിട്ട് അതും പഠിക്കാം. അപ്പം ഇനി കൂടുതൽ സമയം കളയേണ്ട കുഞ്ഞോനെ, നമുക്ക് 1ാമത്തെ ചാപ്റ്റർ സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ, വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ കിടിലം കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം ഒരു ചോദ്യം കൂടെ നമുക്ക് അതിൽ ചെയ്തു തരാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ്റെ കൂടെ തന്നെ കോൺസെപ്റ്റ് ഒരുമിച്ച് പഠിച്ചാലോ? അതല്ല ഏറ്റവും നല്ലത്. ക്വസ്റ്റ്യനും നമുക്ക് അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഒരുമിച്ച് പഠിക്കാം. ഞാനൊരു ചോദ്യം തരാം കേട്ടോ നിങ്ങൾക്ക്. നിങ്ങളല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ 1-2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ 2 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യാം, 3ാമത്തെ അല്ലെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചെയ്യാം, ബാക്കി നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ ബാക്കി ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആപ്പിലേക്ക് ജോയിൻ ചെയ്താൽ മതി. എല്ലാത്തിൻ്റെ ആൻസേഴ്സും അവിടെ നിങ്ങൾക്ക് കിട്ടും. ആദ്യം 64ന്റെ സ്ക്വയർ. സാർ 64ന്റെ സ്ക്വയർ ഒന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. സാർ 64ന്റെ സ്ക്വയർ ചെയ്യണേ, നോക്കട്ടോ. ഞാൻ പുതിയൊരു പേജ് എടുക്കേ, 64ന്റെ സ്ക്വയർ. ഓക്കെ, ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, എൻ്റെ പൊന്നാര മക്കള് 64ന്റെ സ്ക്വയർ കാണണമെങ്കിൽ ആ 60ന് ഒരു കഷ്ണാക്കിയിട്ട് 4ന് മറ്റേ കഷ്ണാക്കിയിട്ട് മുറിക്കുക. അതായത് ഞാൻ പറഞ്ഞു തന്ന മനസ്സിലായോ കുഞ്ഞോനെ? അതായത് 64 എന്ന് പറയുമ്പം നിങ്ങൾ 60 + 4 എടുക്കാം. ഇപ്പം 54 ആണെങ്കിലോ 50 + 4. അപ്പം എത്രയാണെങ്കിലും ആ റൗണ്ട് ചെയ്തിട്ട്, ഇപ്പം 15 ആണെങ്കിൽ 10+, സോറി ഇടയ്ക്ക് പൊടി മൂക്ക് കയറിയതാ, സോറി. അതായത് 64 ആണെങ്കിൽ 60 + 4, ഇപ്പം 22 ആണെങ്കിൽ 20 + 2, അങ്ങനെ പോകും. അപ്പം 64ന് നമുക്ക് എന്ത് ചെയ്യാം, ഞാനൊന്ന് മുറിക്കുന്നുണ്ടേ. അപ്പം 64ന് എങ്ങനെ എഴുതാം, 60 + 4 ഓൾ സ്ക്വയർ. ഇതൊന്ന് ചെയ്താൽ മതി. 60 + 4 എങ്ങനെ ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ A + B ഓൾ സ്ക്വയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അതെന്താണെന്ന് സാറ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ആദ്യം ഈ 60 + 4 ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം 60ന് എന്ത് ചെയ്യാം, സ്ക്വയർ കൊടുക്കാം. അപ്പം 60ന് സ്ക്വയർ കൊടുക്കാം, 60 സ്ക്വയർ പ്ലസ്, എന്നിട്ട് 2AB എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് എങ്ങനെയും പറയാം, 2 × A × B അങ്ങനെയും പറയാം. പക്ഷെ അത് തെറ്റാണ്, ശരിക്കും അതല്ല, അത് കോൺസെപ്റ്റിലില്ല. ഇവിടെ 3 വന്നിട്ട് 3AB എന്നൊന്നും എഴുതി വെക്കരുത്. ഒന്നുമല്ല, നിങ്ങൾ ഇത്ര കേട്ടാൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം 60ന് സ്ക്വയർ കൊടുത്തു, 60 സ്ക്വയർ. അടുത്തത് പ്ലസ് ഇട്ടതിന് ശേഷം 2നെ കൊണ്ട് ഈ 60ഉം 4ഉം ഗുണിക്കാം. 2 × 60 × 4, 2 × 60 × 4 പ്ലസ്. കണ്ടോ, ഒരേ പുള്ളി സാധനമാണ് അല്ലേ. ആദ്യം എന്ത് ചെയ്തു, നമ്മൾ 60ന് സ്ക്വയർ കൊടുത്തു.
അടിപൊളി. എന്നിട്ട് 2 × 60+4, അതായത് 2ന് 2 നമ്പർ കൊണ്ട് ഗുണിക്കുക. 2നെ 2 നമ്പർ കൊണ്ട് ഗുണിക്കുക. എങ്ങനെയുണ്ട്? എന്നിട്ട് ലാസ്റ്റ് കാണുന്ന ഈ 4നും സ്ക്വയർ കൊടുക്കുക. കണ്ടോ? ആദ്യം നിങ്ങൾ 60ന് സ്ക്വയർ കൊടുത്തില്ലേ, അതേപോലെ ലാസ്റ്റ് കാണുന്ന 4നും സ്ക്വയർ കൊടുക്കുക. 4 സ്ക്വയർ. ഇതൊന്ന് ചെയ്ത് നോക്ക്. ഒന്ന് ചെയ്യടാ, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. 60ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, 6ന്റെ സ്ക്വയർ 36 അല്ലേ, 2 0 കൂടെ ഇട്ട് കൊടുക്കുക. അപ്പം 3600 പ്ലസ് ഇത് 3 കൂടെ ഗുണിച്ച് 2ഉം നോക്കേ, നോക്ക് 2ഉം 60ഉം 120. 120ഉം 4ഉം 120ഉം 4ഉം പറയുമ്പോൾ 12ഉം 4ഉം എത്രയാ? 48 അല്ലേ വരാം. അപ്പോൾ ഒരു 0 കൂടെ ഇട്ടാം, 480 വരും. പ്ലസ് 4ന്റെ സ്ക്വയർ 16. ഇതെല്ലാം കൂടെ കൂട്ട്. 3600ഉം 480ഉം 16ഉം കൂടെ കൂട്ടുമ്പോൾ 4080ഉം 4096. ദേ നമ്മുടെ ഉത്തരം ഒരേ പൊളി. ഒന്നുമില്ലടാ, ഇതൊക്കെ നിങ്ങൾ ഗുണിക്കാനുള്ളത് നിങ്ങൾ ഗുണിച്ചു വെക്കാം. അതായത് 60ന്റെ സ്ക്വയർ 3600, 2ഉം 60ഉം 4ഉം കൂടെ ഗുണിച്ചാൽ 480, 4ന്റെ സ്ക്വയർ 16, 4 × 4, എന്നിട്ട് 3ഉം കൂടെ കൂട്ടുമ്പോൾ 4096. ഇതാണ് 64 സ്ക്വയർ കേട്ടോ. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ പഠിച്ചു വെച്ചോണ്ടു. a+b² എന്ന് പറയുന്ന ഒരു റൂൾ ഉണ്ട്. ആ a+b² പകരം ഈ എക്ക് പകരം പറയുന്ന നമ്പറാണ് ഈ 60, ബിക്ക് പകരം പറയുന്ന നമ്പറാണ് ഈ 4. ആ ഒരു ഐഡിയയിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ a+bന്റെ ഇതെന്താണ്, ഐഡിയ എന്താണ് പറ കുഞ്ഞോനെ? അതായത് ആദ്യം ഇനി എന്തെന്നാ ചെയ്യേണ്ടത്? ആദ്യം എക്ക് സ്ക്വയർ കൊടുക്കുക, a² പ്ലസ് 2 × എയും ബിയും, അതായത് 2നെ 2 നമ്പർ കൊണ്ട് ഗുണിക്കാം. അതായത് 2 എയും ബിയും ആണെങ്കിൽ എയും ബിയും കൊണ്ട് ഗുണിക്കാം. അപ്പൊ 2 × ab, അപ്പൊ a × b ഉണ്ട് കേട്ടോ, ഇൻറ്റു നടക്കുന്നുണ്ട്. അപ്പൊ 2 × a × b എന്നാണ്, അല്ലെങ്കിൽ 2ab എന്ന് പറയാം. പ്ലസ് ലാസ്റ്റ് നിങ്ങൾ ഈ ബിക്കും ഒരേ പുളിയായിട്ട് സ്ക്വയർ കൊടുക്കുക. അപ്പൊ b². ഇതേ നമ്മുടെ ഉത്തരം ഒരേ പുളി സെറ്റ്. കിട്ടില്ല, ഇത്ര പണിയുള്ളൂ, ഒരേ പൊളി സെറ്റാണ്. ദിസ് ഈസ് ദ a² + 2ab + b² എന്ന് പറയുന്ന ഐഡിയയിലാണ് അത് വരുന്നത്. ഞാൻ അടുത്ത ക്വസ്റ്റ്യനോട് തരാം. 35ന്റെ സ്ക്വയർ ഞാനൊന്ന് ചെയ്യുന്നുണ്ടേ. 35ന്റെ സ്ക്വയർ സാറ് ചെയ്യാം. 35ന്റെ സ്ക്വയർ ആദ്യം എങ്ങനെ മുറിക്കുക കുഞ്ഞോനെ നിങ്ങൾ പറ. ഞാൻ എപ്പോഴും എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട് 30ന് ഒരു കണ്ടാക്കണോ, 5നെ മറ്റേ കണ്ടാക്കണം. അപ്പൊ 30 ഒരു കണ്ടോ 5 ഒരു കണ്ടോ ആക്കുമ്പോൾ നിങ്ങൾ എന്താ വരിക? 30 + 5² ആദ്യം a² ഫോർമുല ചെയ്ത് ഈ 30ന് സ്ക്വയർ കൊടുത്തു. അപ്പൊ 30² പ്ലസ് രണ്ടാമത്തെ സെക്ഷൻ എന്താ? 2നെ 2 നമ്പർ കൊണ്ട് ഗുണിക്കാം. അപ്പൊ 2 × 30ഉം 5ഉം അവിടെ ഗുണിക്കാം. 2 × 30 × 5 പ്ലസ് ലാസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഈ 5നും സ്ക്വയർ കൊടുക്കുക. ഇതേ നമ്മുടെ ഉത്തരം സെറ്റ് ആവാൻ വേണ്ടി പോവാണ്. കാണാം, 30ന് സ്ക്വയർ കൊടുത്തു, 2 എന്ന് പറഞ്ഞ നമ്പറിനെ 2 നമ്പർ കൊണ്ട് ഗുണിച്ചു, 2ab കോൺസെപ്റ്റ്. ലാസ്റ്റ് ആ 5ന് സ്ക്വയർ കൊടുക്കാം. ഇതൊന്ന് ചെയ്തേ. 30ന്റെ സ്ക്വയർ 30 × 30 ആണ് കേട്ടോ. 30 × 30 എത്രയാടാ? 3 3 9 ആണ്. 2 0 കൂടെ ഇട്ടോ, 900. ഞാൻ 3 നമ്പർ ഗുണിച്ച് 2 3 6. അപ്പൊ 2 30 60. 60ഉം 5ഉം 300 അല്ലേ വരിക? ഒന്ന് ആലോചിച്ച് നോക്ക്. 2 3 6, 6ഉം 5ഉം 30. 30 ഒരു 0 കൂടെ ഇട്ടാൽ 300. ലാസ്റ്റ് 5ന്റെ സ്ക്വയർ 25. ഇത് 3ഉം കൂടെ കൂട്ടടാ. 900 + 300 + 25. 900 300ഉം കൂടെ കൂട്ടിയ 1200. 1200ഉം 25ഉം ദേ നമ്മുടെ ഉത്തരം 1225. കിട്ടില്ല? ക്ലാസ് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പൊ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്കിന്റെയും ആൻസേഴ്സ് എല്ലാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം. എല്ലാ സാധനങ്ങളും വൃത്തിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾ അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ ആപ്പിൽ നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലിമിറ്റ് വേഗം അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉഷാറായിട്ട് നമ്മുടെ കൂടെ വരിക. ഞാൻ ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ചോദ്യം കണ്ടോ, ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ സ്വന്തം എഴുതി വരണം കേട്ടോ. ഏതാ ചോദ്യം? 47ന്റെ സ്ക്വയർ നിങ്ങൾക്ക് ഹോംവർക്കാണ്. 47ന്റെ സ്ക്വയർ ഹോംവർക്കാണ്, ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് താഴെ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടോ? ചെറിയൊരു ക്ലാസ് അല്ലേ, ഒരു 10 മിനിറ്റ് എങ്ങാനുള്ള ചെറിയൊരു ക്ലാസ്. അപ്പൊ ഇതുപോലത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ഇടണം. എന്ത് ചെയ്യണം? നല്ല അടിപൊളിയായി അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കമന്റ് ഇട്ടേ. സാറിന്റെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് കമന്റ് ഇട്ടേ. മറന്നു അതൊന്ന് കമന്റ് ഇട്. ഷെയറായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം. ഓക്കെ, മറ്റൊരു ക്ലാസ്സുമായിട്ട് സാറ് വീണ്ടും വരാം. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്കും ലൈക്കും ഇടാതെ നിങ്ങൾ പോവരുത്.
കാര്യം വീണ്ടും ഞാൻ അത് പറയാണ്. കാരണം ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ തരാനുള്ള ഒരു ഊർജ്ജം കിട്ടുന്നത് തന്നെ നിങ്ങളുടെ ഈ ഫീഡ്ബാക്ക് കൊണ്ടാണ്. അപ്പോൾ ഉഷാറായിട്ട് നിങ്ങൾ അത് ഇടാൻ മറന്നു വരുത്. ഒരേ പൊളിയായിട്ട് നമുക്ക് വീണ്ടും പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ താഴെ കാണാം. ബൈ.